നമസ്തേ ദോസ്തോ, ഹിന്ദി വേൾഡ് में आप सबका स्वागत है. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് കടന്നാലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ JLT ഹിന്ദിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടുള്ള MCQ ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കറക്റ്റ് ആക്കി എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. ചോദ്യം: മൃഗാവതി കിസ്കി രചന ഹെ? ഓപ്ഷൻസ്: ഉസ്മാൻ, മഞ്ചൻ, കുത്തുബൻ, ഷേഖ് നബി. ഇനി ആൻസർ ഏതാന്ന് നോക്കാം. ആൻസർ കുത്തുബനാണ്. മൃഗാവതി കുത്തുബൻ കി രചന ഹെ. അറിയാലേ, മൃഗാവതി എന്ന് പറയുന്നത് സൂഫി കാവ്യധാരയിൽ വരുന്ന രചനയാണ്. അടുത്ത ചോദ്യം: ദ്വൈതവാദ കാ സംസ്ഥാപക് കിസെ മാനത്തെ ഹെ? ഓപ്ഷൻസ്: വിഷ്ണുസ്വാമി, സുന്ദർദാസ്, നർഹരിദാസ്, മധ്വാചാര്യ. അതിൻ്റെ ആൻസർ വരുന്നത് മധ്വാചാര്യാണ്. പിന്നെ ദ്വൈതാദ്വൈതവാദമുണ്ട്, അതുമായിട്ട് മാറിപ്പോകരുത്. ദ്വൈതാദ്വൈതവാദ് നിംബാർക്കാചാര്യൻ്റെയാണ്. അടുത്ത ചോദ്യം: കവി കർത്തവ്യ കിസ്കാ നിബന്ധ ഹെ? ഓപ്ഷൻസ്: ശ്രീധർ പാഠക്, ബാലകൃഷ്ണ ഭട്ട്, മഹാവീർ പ്രസാദ് ദ്വിവേദി, ഡോക്ടർ നാംവർ സിംഗ്. ആൻസർ മഹാവീർ പ്രസാദ് ദ്വിവേദിയാണ്. കവി കർത്തവ്യം എഴുതിയത് മഹാവീർ പ്രസാദ് ദ്വിവേദിയാണ്. അടുത്ത ചോദ്യം: പത്മാവതി സമയ് കിസ് മഹാകാവ്യ കാ अंश है? ऑप्शंस: पृथ्वीराज रासो, मधुमालती, പത്മാവത്, ചന്ദായൻ. എൻ്റെ ആൻസർ വരുന്നത് പൃഥ്വിരാജ് രാസോയാണ്. ചന്ദബർദായി എഴുതിയ രാസോ കാവ്യാണിത്. പത്മാവത് എന്ന് പറയുന്ന ഓപ്ഷനിലുള്ളത് ജായസി എഴുതിയ കാവ്യമാണ്. അപ്പോൾ മാറിപ്പോരുത്. പത്മാവതി സമയ് പൃഥ്വിരാജ് രാസോ, അതായത് രാസോ കാവ്യത്തിൻ്റെ അകത്ത് വരുന്നതാണ്. അടുത്ത ചോദ്യം: ഇൻമേ പ്രേംചന്ദ് ദ്വാര രചിത നാടക് കോൺസാ ഹെ? ഓപ്ഷൻസ്: നിർമ്മല, കരുണ, കങ്കാൽ, കർബല. ഇതിൽ ആൻസർ വരുന്നത് കർബലയാണ്. പ്രേംചന്ദിൻ്റെ അസ്ലി നാം ധൻപത് റായ് ആണ്. അദ്ദേഹം നവാബ് റായ് എന്നുള്ള പേരിലാണ് ഉറുദുവിൽ എഴുതിക്കൊണ്ടിരുന്നത്. അടുത്ത ചോദ്യം: വാച്ച് കെ കിത്തനെ ഭേദ് ഹോത്തെ ഹെ? അതിൻ്റെ ഓപ്ഷൻസ്: ദോ, തീൻ, ചാർ, പാഞ്ച്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് തീനാണ്. വാച്ചിൻ്റെ 3 ഭേദങ്ങൾ: കർത്തൃവാച്ച്, കർമ്മവാച്ച്, ഭാവവാച്ച് എന്നിവയാണ്. അടുത്ത ചോദ്യം: മുക്തിപർവ് കിസ്കാ ഉപന്യാസ് ഹെ? ഓപ്ഷൻസ്: സത്യപ്രകാശ്, മോഹൻദാസ് നൈമിഷ് റായ്, ഓം പ്രകാശ് വാത്മീകി, ജയപ്രകാശ് കർദം. അപ്പോൾ മുക്തിപർവ് എന്ന നോവൽ എഴുതിയത് മോഹൻദാസ് നൈമിഷ് റായ് ആണ്. നിങ്ങൾക്കറിയാം, മുക്തിപർവ് ഒരു ദളിത് ഉപന്യാസമാണ്. അടുത്ത ചോദ്യം: സർഹപ്പ കാ ഗ്രന്ഥ് കോൺസാ ഹെ? ഓപ്ഷൻസ്: ദോഹാ കോശ്, പാഹുഡ് ദോഹ, ശിവസിംഗ് സരോജ്, ശിവഭാവനി. ഇതിൻ്റെ ആൻസർ വരുന്നത് ദോഹാകോശാണ്. നമുക്കറിയാം, സർഹപ്പ സിദ്ധ് കവിയാണ്. 84 സിദ്ധാണ് ഉള്ളത്, 84 സിദ്ധാണ് ഉള്ളത്. അടുത്ത ചോദ്യം: ഭൂഷൺ കി കാവ്യമേ കോൺസാ രസ് ജ്യാദാ ഹെ? ഓപ്ഷൻസ്: വീർ, കരുൺ, ശൃംഗാർ, ശാന്ത്.
ഇനി ആൻസർ ഏതാന്ന് നോക്കാം. ആൻസർ വരുന്നത് വീരരസമാണ്. ഭൂഷൻ്റെ കാവ്യത്തിൽ കൂടുതലുള്ളത് വീരരസമാണ്. ശിവഭാവനി, ഛത്രസാൽ ദശക് പോലെയുള്ള രചനകളിലൊക്കെ ഇത് നമുക്ക് കാണാനായിട്ട് കഴിയും. അടുത്ത ചോദ്യം, ആധുനിക നാടക കാ മസീഹ കിസെ മാനാ ജാതാ ഹൈ? ഓപ്ഷൻസ്: മോഹൻ രാഗേഷ്, ഭീഷ്മസാഹിനി, ജയശങ്കർ പ്രസാദ്, കമലേശ്വർ. ഇതിൽ ആൻസറായിട്ട് വരുന്നത് മോഹൻ രാഗേഷാണ്. നമുക്കറിയാം മോഹൻ രാഗേഷിൻ്റെ ഫേമസ് ആയിട്ടുള്ള നാടകങ്ങളാണ് ആധേ അധൂരെ, ആഷാഢ് കാ ഏക് ദിൻ, ലഹരോं കാ രാജഹംസ് ഒക്കെ. അടുത്ത വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റ് പരിചയക്കാർക്കെല്ലാം ഷെയർ ചെയ്യുക.